വയനാട് ഇന്ന് മനുഷ്യ മനസ്സുകൾക്ക് ഒരു തീരാ നോവാണ് സമ്മാനിച്ചിട്ടുള്ളത്. എല്ലാ ദുരന്തങ്ങളും നമുക്കെന്നും മുറിപ്പെടുത്തുന്ന ഓർമ്മകൾ മാത്രമാണ്. വയനാട്ടിലേത് എല്ലാത്തിൽ നിന്നും വ്യത്യസ്തമായി ദുരന്തത്തിൻ്റെ ഭീകരത കുറേ കൂടി അധികരിച്ചതായിരുന്നു. ഉറ്റവരുടെയും ഉടയവരുടെയും നഷ്ടങ്ങൾ താങ്ങാനാവാത്തവരുടെ ദയനീയ മുഖങ്ങൾ മനസ്സിൽ കുറേ കൂടി ആഴത്തിൽ മുറിപ്പെടുത്തുന്നതാണ്. ഈ ദുരന്തങ്ങളൊക്കെ പക്ഷേ നമ്മുടെ ഭരണാധികാരികൾക്ക് എന്നും രാഷ്ട്രീയ നേട്ടങ്ങളുടെ പിറവികളായി രൂപാന്തരപ്പെടുന്നതായാണ് കണ്ടുവരാറുള്ളത്. എന്തായാലും ഇപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ മുല്ലപ്പെരിയാറിനെ കുറിച്ചാണ്. കാലങ്ങളായി അനേക ലക്ഷങ്ങളുടെ ഉറക്കം കെടുത്തുന്ന, മനുഷ്യജീവനുകൾ കൊണ്ട് കലിയൊടുക്കാൻ വെമ്പി നിൽക്കുന്ന നമ്മുടെ മുല്ലപ്പെരിയാറിനെ കുറിച്ചാണ്. നമ്മുടെ കുത്തഴിഞ്ഞ ഭരണകൂടത്തിൻ്റെ പിടിപ്പുകേടിൻ്റെ ബാക്കിപത്രമായ മുല്ലപ്പെരിയാറിനെ കുറിച്ചാണ്. രാഷ്ട്രീയ കച്ചവടക്കാരുടെ പണം കായ്ക്കുന്ന മരത്തെക്കുറിച്ചാണ്. ജനങ്ങളുടെ രക്ഷയ്ക്കെത്തുമെന്ന് അടിയുറച്ച് വിശ്വസിച്ച നീതിന്യായ വ്യവസ്ഥയുടെ തിമിര നേത്രങ്ങളെക്കുറിച്ചാണ്. നമ്മുടെ കേരളത്തിൻ്റെ ദുരന്ത സാഹചര്യങ്ങളിൽ ഏറെ പ്രസക്തിയുള്ള, ഒരിക്കലും പരിഹാരമുണ്ടാകരുത് എന്ന് ആഗ്രഹിക്കുന്ന രാഷ്ട്രീയ ഭരണ നിയമ സംവിധാനങ്ങളുടെ സ്വാർത്ഥതയും അനാസ്ഥയും ഇന്ന് ബാധിക്കപ്പെടുമെന്ന് കരുതുന്ന അനേക ലക്ഷങ്ങൾക്ക് മരണഭയത്തിൻ്റെ ദിനരാത്രങ്ങളാണ് സമ്മാനിച്ചു കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഏതാണ്ട് 130 വർഷമായി നിലനിൽക്കുന്ന പിന്നിപ്പറിഞ്ഞ ഒരു നിർമ്മിതിയാണ് മുല്ലപ്പെരിയാർ. കാലാകാലങ്ങളിൽ ഉഴുതുമറിച്ച് ബലപ്പെടുത്തി എന്നും ഇനി പൊട്ടില്ല എന്നും പറഞ്ഞ് ജനങ്ങളെ വിഡ്ഢികളാക്കാൻ തുടങ്ങിയിട്ട് ദശകങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. സാമാന്യ ബുദ്ധിയുള്ള മനുഷ്യ സൃഷ്ടികൾക്ക് ഒരിക്കലും ഉൾക്കൊള്ളാനാവാത്ത വാദമുഖങ്ങളും ന്യായീകരണങ്ങളുമാണ് നമ്മെ സംരക്ഷിക്കുമെന്ന് കരുതി നമ്മൾ വിശ്വസിച്ച് തിരഞ്ഞെടുത്ത് നിയമസഭയിലേക്കും ലോകസഭയിലേക്കുമൊക്കെ പറഞ്ഞു വിടുന്നവർ ഉയർത്തിക്കാട്ടാറുള്ളത്. പൊതുജനങ്ങളെ നോക്കി കൊഞ്ഞനം കുത്തുന്നതല്ലാതെ ഈ മുല്ലപ്പെരിയാർ വിഷയത്തിൽ ജനഹിതമായ എന്തെങ്കിലും തീരുമാനങ്ങൾ ഇവർ കൈക്കൊള്ളുന്നുണ്ടോ? ഇതിലേറ്റവും കെട്ട തീരുമാനങ്ങളുമായി മുന്നിൽ നിന്ന് നയിക്കുന്നത് നമ്മൾ വിശ്വസിച്ചവർ തന്നെയാണ്. നിയമ സംവിധാനങ്ങളുടെ സഹതാപം പോലും നമുക്ക് നഷ്ടപ്പെടുത്തി ഈ പൊളിഞ്ഞ പാറക്കെട്ട് നിലനിർത്തുന്നതിന് ഉത്തരവാദികളായത് അഴിമതിയുടെയും കെടുകാര്യസ്ഥതയുടെയും ഈറ്റില്ലമായ നമ്മുടെ ഭരണവർഗം മാത്രമാണ്. ഇന്ന് ലോകത്തുള്ള ഏതൊരു വിദഗ്ധ സമിതിയും ആയുസ് അറ്റു എന്ന് പറയുന്നതും പൊളിച്ചെറിയേണ്ട കാലങ്ങൾ അധികരിച്ചു എന്ന് പറയുന്നതുമൊക്കെ നമ്മുടെ ഭരണവർഗങ്ങൾക്ക് വിലപേശലിനുള്ള അവസരങ്ങളായി മാറുകയാണ് എന്ന് വേണം കരുതാൻ. 40-50 ലക്ഷം ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഒരു വിലയും കൽപ്പിക്കാത്ത നെറികെട്ട ഭരണകൂടങ്ങൾക്ക് അതുമാത്രമല്ലേ ചെയ്യാൻ കഴിയുന്നത്? ഏത് നിർമ്മിതിക്കാണ് 130 വർഷത്തിലധികം നിലനിൽപ്പുണ്ടാവുക? ജനങ്ങളെ പച്ചയ്ക്ക് വിഡ്ഢികളാക്കുന്ന ഈ കോമാളിക്കൂട്ടങ്ങളെ ഭരണമേൽപ്പിച്ചവർ യഥാർത്ഥത്തിൽ മരണം തിരഞ്ഞെടുക്കുക മാത്രമാണ് ചെയ്യുന്നത്. കാലജന്മങ്ങൾ നമ്മുടെ വികല ചിന്തയെ അവർക്ക് അനുകൂലമാക്കി മാറ്റുകയാണ്. യഥാർത്ഥത്തിൽ ഇന്ന് മുല്ലപ്പെരിയാറിനെ പഴിക്കുന്നവരൊക്കെ ഈ മഹാദുരന്തത്തിന് അർഹർ തന്നെയാണ്. 130 വർഷങ്ങൾക്ക് ഇപ്പുറവും ഈ അധമക്കൂട്ടങ്ങളെ വിശ്വാസത്തിലെടുക്കുന്നവർ അനുഭവിക്കാതെ എന്ത് ചെയ്യാൻ? എന്തായാലും ആ ദുരന്ത നിർമ്മിതി പൊട്ടിത്തകരാതെ തീരുമാനങ്ങളില്ല എന്ന് ജനങ്ങൾ ഉൾക്കൊണ്ടു കഴിഞ്ഞിരിക്കുന്നു. ആസന്നമായ ദുരന്ത മരണത്തെ അവർ മനസ്സുകൊണ്ട് സ്വീകരിക്കാൻ തയ്യാറെടുത്തു കഴിഞ്ഞിരിക്കുന്നു. അവർക്ക് നീതി ലഭിക്കില്ല എന്ന് അവർ തിരിച്ചറിഞ്ഞിരിക്കുന്നു. പ്രശ്നപരിഹാരത്തിനായി തങ്ങൾ കണ്ടവരൊക്കെ തങ്ങളുടെ ജീവൻ അപഹരിക്കാൻ ഒരുമ്പെടുന്നവരുടെ ദല്ലാളുമാരാണെന്ന സത്യം അവർ തിരിച്ചറിഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാണ് ജനങ്ങളുടെ പ്രതിഷേധങ്ങൾക്കും പ്രതികരണങ്ങൾക്കും ബലക്ഷയം സംഭവിച്ചിരിക്കുന്നത്. എന്തായാലും മുല്ലപ്പെരിയാർ ദുരന്തം അത് സ്വാഭാവികമാണ്. അത് നടക്കുക തന്നെ ചെയ്യും. അതുവരെ ഭരണകൂടങ്ങളും നീതിന്യായ വ്യവസ്ഥകളുമൊക്കെ ഈ വിട്ടികളികൾ ആവർത്തിച്ചു കൊണ്ടേയിരിക്കും. ജനങ്ങളുടെ ആകുലതക്ക് ജനങ്ങൾ തന്നെ തീരുമാനങ്ങൾ എടുക്കാതെ പരിഹാരമുണ്ടാകാൻ പോകുന്നില്ല. പെട്ടിമുടിയും കവലപ്പാറയും വയനാടുമൊക്കെ എത്ര വട്ടം ആവർത്തിച്ചാലും ശവശരീരങ്ങളുടെ കണക്കെടുപ്പിനല്ലാതെ ആസന്നമാകുമെന്നുറപ്പുള്ള ദുരന്തത്തെ പ്രതിരോധിക്കാനോ അല്ലെങ്കിൽ ശക്തവും ഉചിതവുമായ തീരുമാനങ്ങൾ എടുക്കാനോ അധികാരവർഗങ്ങൾ സമയം മിനക്കെടുത്തില്ല. അതാണ് അവരുടെ രാഷ്ട്രീയം. അതിലാണ് അവരുടെ ലാഭനഷ്ടങ്ങളുടെ കൂട്ടലുകളും കിഴിക്കലുകളുമൊക്കെ. എന്തായാലും മുല്ലപ്പെരിയാർ സംഹാരമൂർത്തിയാവുന്ന സമയം അധികാരികളുടെയും രാഷ്ട്രീയ തൊഴിലാളികളുടെയും ഒക്കെ പൊതുബോധമുണരും. നിയമ സംവിധാനങ്ങൾ സ്വമേധയാ തീരുമാനങ്ങളെടുക്കും, അതുറപ്പാണ്. പരസ്പര പഴിചാരലുകളും കുറ്റപ്പെടുത്തലുകളും ഒക്കെ ആവർത്തിച്ച് രാഷ്ട്രീയ തൊഴിലാളികൾ വീണ്ടും രംഗം കൊഴുപ്പിക്കും. ശവങ്ങളുടെ കണക്കെടുപ്പിനായി എല്ലാ സംവിധാനങ്ങളും രംഗത്ത് സജീവമായി ഉണ്ടാകും. അതും നേട്ടങ്ങളാക്കി അടുത്ത തെരഞ്ഞെടുപ്പിലും വെളുക്കെ ചിരിച്ച് അവർ അവശേഷിക്കുന്നവരുടെ പൂമുഖത്തെത്തും. പക്ഷേ അന്നും തെറ്റുകൾ ആവർത്തിക്കാൻ, ഈ വിശ്വാസവഞ്ചകരെ ഭരണമേൽപ്പിക്കാൻ അവശേഷിക്കുന്നവർ അവർക്കൊപ്പം തന്നെ ഉണ്ടാകും. അതാണ് നമ്മൾ, കഴുതകളായ പൊതുജനങ്ങൾ.